ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് നോർ, NOR, നോർ. ഇത് സാധാരണ നമ്മൾ നൈദർ നോർ എന്ന് ഉപയോഗിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നോർ എന്നത് തന്നെ ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാം, ഒറ്റയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിക്കുന്നത്. നോർ എന്നത് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. എന്താണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ? കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് വേർഡ്സ്, ഫ്രേസസ് അല്ലെങ്കിൽ ക്ലോസസ് ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വാക്കാണ് കൺജങ്ഷൻ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് കണക്ട് ചെയ്യുന്ന വേർഡ്സ്, അതല്ലെങ്കിൽ അതിൻ്റെ ഫ്രേസസ്, അതല്ലെങ്കിൽ ഈ ക്ലോസസ് ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് വാക്കുകൾ, രണ്ട് ഫ്രേസുകൾ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. പിന്നെ നോർ എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനൊരു നെഗറ്റീവ് സെൻസ് ആണുള്ളത്, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നോർ ഉപയോഗിക്കുന്നതും. ഇപ്പോൾ ഞാൻ പാടാറില്ല, ഞാൻ നൃത്തം ചെയ്യാറും ഇല്ല. അപ്പോൾ ഞാൻ പാടാറില്ല, ഞാൻ ഡാൻസ് ചെയ്യാറും ഇല്ല. രണ്ട് കാര്യങ്ങളാണ്, രണ്ടും നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. കാരണം ഞാൻ പാടാറില്ല, ഞാൻ പാടും എന്നല്ല പറയുന്നത്, ഞാൻ പാടാറില്ല, അതൊരു നെഗറ്റീവ് സെൻറ്റൻസാണ്. അതുപോലെ തന്നെ ഞാൻ ഡാൻസ് ചെയ്യാറില്ല, ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണം. ഞാൻ പാടാറില്ല, ഞാൻ ഡാൻസ് ചെയ്യാറില്ല, അങ്ങനെ രണ്ട് സെൻറ്റൻസ് ആയിട്ട് പറയാം നമുക്ക്. പക്ഷേ നോ വെച്ചിട്ട് എങ്ങനെ പറയും? ഐ ഡോണ്ട് സിങ് നോർ ഡു ഐ ഡാൻസ്. ഞാൻ പാടാറില്ല, ഞാൻ നൃത്തം ചെയ്യാറും ഇല്ല എന്നായി. അപ്പോൾ ഇവിടെ നോർ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ, ഐ ഡോണ്ട് സിങ് എന്ന് കഴിഞ്ഞിട്ടാണ്. ഈ ഐ ഡോണ്ട് സിങ് എന്ന് പറയുമ്പോഴും ഐ ഡോണ്ട് ഡാൻസ് എന്ന് പറയുമ്പോൾ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഒരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം ഇവിടെയില്ല, രണ്ടിനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐ ഡോണ്ട് സിങ് എന്ന് പറയുമ്പോൾ ഞാൻ പാടാറില്ല, അത് കഴിഞ്ഞിട്ട് നോർ ഉപയോഗിച്ചു. അപ്പോൾ ആദ്യം ആ നെഗറ്റീവ് സെൻറ്റൻസ്, ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് നോർ ഉപയോഗിക്കുക. പിന്നെ ഉപയോഗിച്ചത് ഡു ഐ ഡാൻസ് എന്നാണ്. നോക്കൂ, ഡു ഐ എന്നാണ് ഉപയോഗിച്ചത്. ഡു എന്ന ഹെൽപ്പിംഗ് വേർബാണ് നോർ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് ഉപയോഗിച്ചത്. അപ്പോൾ സബ്ജക്റ്റും ആ ഒരു ഹെൽപ്പിംഗ് വേർബ് തമ്മിലൊരു ഇൻവേർഷൻ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ നോർ ഡു ഐ ഡാൻസ്, അത് കഴിഞ്ഞിട്ട് വേർബ്, ഡാൻസ് എന്നതാണ് വേർബ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഐ ഡോണ്ട് സിങ്, ഐ ഡോണ്ട് ഡാൻസ് എന്ന് തന്നെയാണ്. ഇവിടെ ഐ ഡോണ്ട് സിങ് എന്ന് പറയുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ല, അത് ഫസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടിനും രണ്ട് ക്ലോസസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഡു എന്ന ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിച്ചതിന് കാരണം പാടാറില്ല, ഡാൻസ് ചെയ്യാറില്ല, അതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡു ആണ് ഹെൽപ്പിംഗ് വേർബ്. ഇനി ഞാൻ പാടിയില്ല, ഞാൻ ഡാൻസ് ചെയ്തില്ല എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആയില്ലേ? അപ്പോൾ എങ്ങനെ പറയും? ഞാൻ പാടിയില്ല, ഞാൻ ഡാൻസ് ചെയ്തും ഇല്ല. ഐ ഡിഡ്ന്റ് സിങ് നോർ ഡിഡ് ഐ ഡാൻസ്. നോക്കൂ, അവിടെ ഹെൽപ്പിംഗ് വേർബ് മാറി, ഡിഡ് ഉപയോഗിച്ചു, കാരണം പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട്. അപ്പോൾ ടെൻസ് അനുസരിച്ച് ഏത് ടെൻസിലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ടെൻസ് അനുസരിച്ച് ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കണം. ഇനി ഞാൻ പാടുകയില്ല, ഞാൻ ഡാൻസ് ചെയ്യുകയും ഇല്ല, അതൊരു ഫ്യൂച്ചർ ടെൻസിലെ കാര്യം. ഇപ്പോൾ നാളെ ഞാൻ പാടുകയില്ല, ഞാൻ ഡാൻസ് ചെയ്യുകയും ഇല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് അല്ലേ? അപ്പോൾ ഐ വോണ്ട് സിങ്, ഐ വിൽ നോട്ട് സിങ് എന്നാണ് അതിൻ്റെ മീനിങ്. ഐ വോണ്ട് സിങ്. പിന്നെ നോർ വിൽ ഐ ഡാൻസ്. നോക്കൂ, വിൽ ഉപയോഗിച്ചു, അവിടെ ഹെൽപ്പിംഗ് വേർബ് വിൽ ഉപയോഗിക്കാൻ കാരണം അത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. ഐ വോണ്ട് സിങ് നോർ വിൽ ഐ ഡാൻസ്. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടതെന്ന്? വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. ഇനി വേറൊരു സെൻറ്റൻസ്, അവൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല, അവൾ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചും ഇല്ല. രണ്ട് കാര്യങ്ങളും ചെയ്തിട്ടില്ല, രണ്ടും നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. ഇത് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഷീ ഡിഡ്ന്റ് അറ്റൻഡ് ദ മീറ്റിംഗ് നോർ ഡിഡ് ഷീ സെൻഡ് എ റെപ്രസെൻറ്റേറ്റീവ്. മനസ്സിലായില്ലേ? ഡിഡ് ഷീ, അത് ഇൻവേർട്ട് ചെയ്തു. ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ് ആദ്യം ഉപയോഗിച്ചു, പിന്നെ സബ്ജക്റ്റ്. എനിക്ക് ആൻസർ അറിയില്ല, അത് കണ്ടുപിടിക്കാനുള്ള സമയവും എനിക്കില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് നോ ദ ആൻസർ നോർ ഡു ഐ ഹാവ് ടൈം ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഐ ഡോണ്ട് ഹാവ് ടൈം എന്നതാണ് ഐ ഹാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ രാവിലെ പാർക്കിൽ പോകാറില്ല,
ഞാൻ രാവിലെ എഴുന്നേൽക്കാറും ഇല്ല. I don't go to the park in the morning. Nor do I get up early in the morning. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാറില്ല, കണ്ടുമുട്ടാറില്ല. ഞാൻ അവനെ വിളിക്കാറും ഇല്ല. I don't meet my friend every day. Nor do I call him. അവൾ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നില്ല. അവൾ എന്നെ വിളിച്ചുമില്ല. She didn't come to my house yesterday. Nor did she call me. നോക്കൂ, പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ്. ഞാൻ പഠിക്കാറില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറും ഇല്ല. I don't study. Nor do I watch your videos. അവൾ എൻ്റെ വീഡിയോസ് കാണാറില്ല. അവൾക്ക് എന്നെ ഇഷ്ടവുമല്ല. അതെങ്ങനെ പറയും? She doesn't watch my videos. Nor does she like me. ഞാൻ കുക്ക് ചെയ്യാറില്ല. കുക്കിംഗ് പഠിക്കാൻ ശ്രമിക്കാറും ഇല്ല. അതെങ്ങനെ പറയും? I don't cook. Nor do I try to learn cooking. I don't cook food. Nor do I try to learn cooking. അവൾക്ക് എന്നെ ഇഷ്ടമല്ല. അവൾ എന്നെ പറ്റി സംസാരിക്കാറും ഇല്ല. അവൾക്ക് എന്നെ ഇഷ്ടമല്ല. She doesn't like me. Nor does she talk about me. അവൻ നിന്നെ കാണുകയും ഇല്ല, നിന്നെ വിളിക്കുകയും ഇല്ല. He will not meet you, nor will he call you. ആ കുട്ടി കളിക്കാറില്ല. ഗെയിംസ് ഒന്നും ആ കുട്ടി കളിക്കാറില്ല. അവൻ എന്നെ കളിക്കാൻ അനുവദിക്കാറും ഇല്ല. That boy doesn't play games, nor does he let me play games. അവൾക്ക് ഫിഷിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അവൾ വെജിറ്റബിൾസ് എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്തില്ല. She didn't like the taste of fish, nor did she enjoy eating vegetables. ഇപ്പോൾ ഒരുപാട് സെൻറ്റൻസുകൾ, ഒരുപാട് എക്സാമ്പിൾസ് ആയില്ലേ? നോർ എന്നത് എങ്ങനെ ഉപയോഗിക്കും, ഒറ്റയ്ക്കൊരു സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലായല്ലോ. നോർ എന്നത് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. ഇതുപോലെയുള്ള കൺജങ്ഷൻസ് ഇംഗ്ലീഷിൽ വേറെയും ഉണ്ട്. എന്തായാലും ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.